സ്വജീവിതം പൂർണ്ണമായും സമർപ്പിക്കുവാൻ ശ്രദ്ധയും താല്പര്യവുമുള്ള പ്രിയ വിശ്വാസികളെ, പുണ്യപ്രസിദ്ധമായ ചന്ദനപ്പള്ളി വലിയ പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി എല്ലാ വർഷവും പെരുന്നാളിൻ്റെ 2-ാം ദിവസമായ മെയ് 8-ാം തീയതി 4 മണിക്ക് ദേവാലയ അങ്കണത്തിൽ നിന്നും ആരംഭിക്കുന്ന ചെമ്പെടുപ്പ് റാസയുടെ മുന്നൊരുക്ക ദൃശ്യങ്ങളിലൂടെയാണ് നമ്മൾ ഇതുവരെയും കടന്നുപോയത്. അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്തവനായ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ സ്വർഗീയമായ സുഖാനുഭവങ്ങൾ നേടുന്നതിനായി, തൃപ്തമാനസരാകുന്നതിനായി 10,000-കണക്കിന് വിശ്വാസികൾ എത്തിച്ചേരുന്ന ഏറ്റവും പ്രസിദ്ധമായ ക്രൈസ്തവ ദേവാലയമാണ് ഈ ചന്ദനപ്പള്ളി വലിയ പള്ളി. ഇവിടെ ക്രൈസ്തവ സഹോദരങ്ങൾ മാത്രമല്ല, നാനാജാതി മതവിഭാഗങ്ങളിൽപ്പെട്ട 10,000-ങ്ങളാണ് വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ തങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും പൂർണ്ണമായി മാറ്റപ്പെടുന്നതിനായി ഈ ദേവാലയ സന്നിധിയിൽ ദിവസേന എത്തിച്ചേരുന്നത്. അങ്ങനെ എത്തിച്ചേരുന്ന 10,000-ങ്ങൾ ഇന്നലെയും ഇന്നുമായി ഇവിടെ പ്രത്യേകമായി സമ്മേളിക്കുകയാണ്. വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാൾ ആഘോഷങ്ങൾ എത്രത്തോളം ഗംഭീരമാക്കാമോ അത്രത്തോളം ആഘോഷപൂരിതമാക്കുന്നതിനായി ഈ വിശ്വാസികളെല്ലാം ഇന്നലെയും ഇന്നുമായി ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നു. ഇന്നാണ് ചരിത്രപ്രസിദ്ധവും പുണ്യദായകവുമായ ചെമ്പെടുപ്പ് റാസ നടക്കുന്നത്. കേരളത്തിലെയും ഭാരതത്തിലെയും ഇതര ക്രൈസ്തവ ദേവാലയങ്ങളിൽ പലതിലും ഇപ്പോൾ ചെമ്പെടുപ്പ് ആഘോഷപൂർവ്വം നടക്കുന്നുണ്ട് എങ്കിലും ഇതം പ്രഥമമായി ചെമ്പെടുപ്പ് എന്ന അതിമനോഹരമായ കർമ്മം ആരംഭിച്ചത് ചന്ദനപ്പള്ളി വലിയ പള്ളിയിലാണ് എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാമത്തിൽ പരിലസിക്കുന്ന പരിപാവനമായ ഈ ദേവാലയത്തിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുശേഷിപ്പ് കൂടി വന്നു ചേർന്നതോടെ മണ്ണും മലരാകുന്ന അവസ്ഥയാണ് ഇവിടെ സംജാതമായിരിക്കുന്നത്. ആ തിരുശേഷിപ്പാൽ ആത്മീയതയുടെ സമ്പത്ത് വർദ്ധിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ തിരുദേവാലയത്തിൽ വിശുദ്ധ പുണ്യാളച്ചന്റെ ഓർമ്മ തിരുനാൾ ആഘോഷങ്ങൾ പ്രാർത്ഥനയോടെ അത്യാഡംബരപൂർവ്വം കൊണ്ടാടുന്നതിനാണ് ഈ ദൈവവിശ്വാസികൾ, ദൈവമക്കൾ ഇവിടെ ഇങ്ങനെ എത്തിച്ചേർന്നുകൊണ്ടേ ഇരിക്കുന്നത്. സമയം 4 മണിയാകുവാൻ അല്പ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കുന്നു. ഉടൻ തന്നെ ദേവാലയ സന്നിധിയിൽ നിന്നും ചെമ്പെടുപ്പ് റാസ ആരംഭിക്കുന്നു എന്നുള്ള അറിയിപ്പ് ഞങ്ങളും കേൾക്കുകയാണ്. ചെണ്ടമേളത്തിന്റെയും ബാൻഡ് മേളത്തിന്റെയും എല്ലാം പശ്ചാത്തലത്തിൽ കുരിശുരൂപങ്ങളും മുത്തുക്കുടകളുമെല്ലാം ഏന്തിക്കൊണ്ട് 10,000-ങ്ങൾ ഈ റാസയിൽ പങ്കുചേരുകയാണ്. ചന്ദനപ്പള്ളി വലിയ പള്ളി അങ്കണത്തിൽ നിന്നും പുറപ്പെടുന്ന റാസ ചന്ദനപ്പള്ളി ജംഗ്ഷനിൽ എത്തിച്ചേരും. ചന്ദനപ്പള്ളി ജംഗ്ഷനിലെ ഭക്തിനിർഭരമായ ഊഷ്മളമായ സ്വീകരണം ഏറ്റുവാങ്ങി റാസ ചെമ്പുമൂട്ടിലേക്ക് സാവകാശം നീങ്ങും. അടുപ്പുകല്ലുകളിൽ, ചെമ്പുകളിൽ അരികിട്ട് നേർച്ച ചോറ് പാകപ്പെടുത്തുന്ന ഇടമാണ് ചെമ്പുമൂട്. അവിടേക്ക് റാസ സാവകാശം എത്തിച്ചേരും. അപ്പോഴേക്കും വലിയ 2 ചെമ്പുകളിൽ നേർച്ച ചോർ തയ്യാറാക്കപ്പെട്ടിട്ടുണ്ടാവും. ആ ചെമ്പുകളുടെ കാതുകളിലേക്ക് മുളം കമ്പുകൾ കടത്തി, വലിയ മുളം തണ്ടുകൾ കടത്തി ആ ചെമ്പുകളെ ആവേശപൂർവം ആകാശത്തേക്ക് ഉയർത്തി സ്വർഗസ്ഥനായ പിതാവിന്റെ സർവ്വവിധമായ അനുഗ്രഹ ആശീർവാദങ്ങളും അതിലേക്ക് സ്വീകരിച്ച് അന്നം ലഭിക്കുന്നു, നേർച്ചയുടെ അന്നം ലഭിക്കുന്നു എന്നുള്ള തൃപ്ത മനസ്സോടുകൂടി 1000-ങ്ങൾ ചെമ്പെടുപ്പ് റാസയിൽ ആഘോഷപൂർവം പങ്കുചേരും. അങ്ങനെ കൊണ്ടുവരപ്പെടുന്ന ആ ചെമ്പുകൾ, ചെമ്പെടുപ്പ് റാസയിൽ കൊണ്ടുവരപ്പെടുന്ന ആ ചെമ്പുകൾ ദേവാലയത്തിന്റെ ഏതാണ്ട് 150 മീറ്റർ മാത്രം ദൂരെ സ്ഥിതി ചെയ്യുന്ന കൽക്കുരിശിന് സമീപം എത്തിച്ചേരും. കൽക്കുരിശിന് 3 പ്രദക്ഷിണം വെച്ച് തൊട്ടടുത്തുള്ള കുതിരപ്പുരയിൽ ആ ചെമ്പുകൾ ഇറക്കി വെക്കുമ്പോൾ
ചെമ്പെടുപ്പ് റാസയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ അതിൻ്റെ ശരിയാം വണ്ണം പരിസമാപ്തിയിൽ എത്തിച്ചേരും. വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ഭാവി ജീവിതത്തിന് എല്ലാവിധമായ സൗഖ്യവും അർത്ഥിച്ചുകൊണ്ട് ആയിരങ്ങൾ പതിനായിരങ്ങൾ ദേവാലയത്തിലേക്ക് എത്തിച്ചേരുന്ന ദൃശ്യവും നമ്മളിപ്പോൾ കാണുകയാണ്. റാസയിൽ പങ്കെടുത്തുകൊണ്ട് പതിനായിരങ്ങൾ ചെമ്പെടുപ്പ് റാസയുമായി ബന്ധപ്പെട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ റാസ കടന്നു വരുന്ന വഴിത്താരകളെ ദേവവീഥികളാക്കിക്കൊണ്ട് പതിനായിരങ്ങൾ വഴിത്താരകളുടെ ഇരുവശവും വഴിത്താരയുടെ ഇരുവശവുമായി അണിനിരക്കും. ചെമ്പെടുപ്പ് റാസ കടന്നു വരുമ്പോൾ പുഷ്പങ്ങൾ വിതറി ആ ചെമ്പെടുപ്പ് റാസയെ ഭക്ത്യാദരപൂർവം വഴിത്താരയുടെ ഇടവും വലവും നിൽക്കുന്ന വിശ്വാസികൾ എതിരേൽക്കും. അങ്ങനെ സമ്പൂർണമായ സമർപ്പണത്തിൻ്റെയും സാഹോദര്യ മനോഭാവത്തിൻ്റെയും ഉത്കൃഷ്ടമായ ദൃശ്യവിരുന്ന് സമ്മാനിച്ചുകൊണ്ടാണ് ചന്ദനപ്പള്ളി വലിയ പള്ളിയിലെ ചെമ്പെടുപ്പ് റാസ എന്ന ചടങ്ങ് അതിമനോഹരമായി ഇവിടെ കൊണ്ടാടപ്പെടുന്നത്. നാനാജാതി മതവിഭാഗങ്ങളിൽപ്പെട്ട ആയിരങ്ങൾ ഇന്നീ ദിവസം ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ സകലതും സാധിക്കാമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി പതിനായിരങ്ങൾ ഇവിടേക്ക് എത്തിച്ചേരുമ്പോൾ ഈ പെരുന്നാൾ ആഘോഷങ്ങളിലെ ഭക്തിയുടെയും ആത്മീയതയുടെയും ആരാധനയുടെയും ഏറ്റവും വലിയ അടയാളമായി ആ നേർച്ച ചോറിൻ്റെ ഒരു പങ്ക് ഈ ഭക്തജനങ്ങൾക്ക് ഇവിടെ നിന്നും ലഭിക്കുകയാണ്. ഏറ്റവും വലിയ പുണ്യമായി അതിനെ മനസ്സോട് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആഹരിച്ചുകൊണ്ട് വീട്ടിലുള്ളവർക്ക് അത് നൽകുന്നതിനായി സ്വീകരിച്ചുകൊണ്ട് ഭക്തജനങ്ങൾ വിശ്വാസികൾ ഇവിടെ നിന്നും മടങ്ങും. അങ്ങനെ ഒന്നുമില്ലാതെ എത്തിച്ചേരുന്നവരുടെ മനസ്സും ഹൃദയവും പൂർണ്ണമായ തൃപ്തി കൊണ്ട് നിറച്ച് വിടുവാൻ അവസരമൊരുക്കുന്ന പുണ്യ ദേവാലയമാണ് ചന്ദനപ്പള്ളി വലിയ പള്ളി എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും ശരിയാണ്. ഈ ചെമ്പെടുപ്പ് റാസ ദേവാലയ സന്നിധിയിൽ നിന്നും ആരംഭിക്കുകയാണ്. പ്രാചീന കാലത്ത് ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചടങ്ങുകൾ സ്വീകരിക്കപ്പെട്ടു പോന്നു വന്നിരുന്നുവോ അതെല്ലാം തന്നെ ഇപ്പോഴും കൃത്യമായി ഇവിടെ ആവർത്തിച്ചു പോരുകയാണ്. പ്രധാന നേർച്ചയായ അരി ചെമ്പിൻ മൂട്ടിൽ വെച്ച് പാകപ്പെടുത്തി ആഘോഷപൂർവം കുതിരപ്പുരയിൽ എത്തി ചേർക്കുന്ന മനോഹരമായ ചടങ്ങാണ് ഈ ചെമ്പെടുപ്പ് റാസ. അങ്ങാടിക്കൽ, വടക്കുള്ള അങ്ങാടിക്കൽ എന്ന് പറയുന്നത് ചന്ദനപ്പള്ളിക്ക് ഏറെ ദൂരത്തിലല്ലാത്ത ഒരു സ്ഥലമാണ്. ഒരുപാട് സാംസ്കാരിക പെരുമയുള്ള ഒരിടം കൂടിയാണ് അങ്ങാടിക്കൽ. ആ അങ്ങാടിക്കൽ വടക്കുള്ള ഒരു പുരാതന നായർ തറവാട്ടിലെ കാരണവരാണ് ഈ ചെമ്പിൽ ആദ്യം അരി ഇടുന്നത്. 11 പറ കൊള്ളുന്ന 2 വലിയ ചെമ്പുകളാണ് ഈ നേർച്ച ചോറ് തയ്യാറാക്കുന്നതിനായി ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. 150-ലധികം പറ അരി ഇവയിൽ നേർച്ച ചോറായി തയ്യാറാക്കും. ആ ചെമ്പുകളുടെ പ്രതീകാത്മകമായ കൊണ്ടുവരവാണ് ഇപ്പോൾ ചെമ്പെടുപ്പ് റാസയായി നാം കാണാൻ പോകുന്നത്. AD 268 ഏഷ്യയിലെ കപ്പദോക്യയിൽ ജനിച്ച ഗീവർഗീസ് റോമൻ പട്ടാളക്കാരനായി സ്തുത്യർഹമായ തന്റെ സേവനത്തിലൂടെ വളരെ പെട്ടെന്ന് തന്നെ സൈനിക ഓഫീസറായി ഉയർത്തപ്പെടുകയും ചെയ്തു. ഈ സമയത്താണ് ക്രിസ്തുമത വിശ്വാസികളായ സർവ്വജനങ്ങളെയും ഉന്മൂലനാശം വരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് റോമൻ ചക്രവർത്തിയുടെ ലിഖിതങ്ങൾ റോമാ സാമ്രാജ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇതിനെതിരെ ദൈവഹിതം അറിഞ്ഞുകൊണ്ട് തന്നെ പൂർണ്ണ മനസ്സോടെ എതിരിട്ട് നിൽക്കുകയായിരുന്നു ഗീവർഗീസ്. റോമാ ചക്രവർത്തിയോട് ആ മഹാത്മാവ് കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞു. സ്വർഗസ്ഥനായ പിതാവിന്റെ ശബ്ദം കേൾക്കുവാൻ അങ്ങ് കാതുകൾ തുറന്നു വെക്കണം. സ്വർഗസ്ഥനായ പിതാവിന്റെ ശരികളും നന്മകളും അറിയാൻ അവിടുന്ന് മനസ്സ് തുറന്നു വെക്കണം.
ക്രിസ്ത്യാനികളെ, ക്രിസ്തുമത അനുയായികളെ, ക്രിസ്തുവിന്റെ അനുയായികളെ നാശം വരുത്തുവാനായി അങ്ങെടുക്കുന്ന ഒരു തീരുമാനവും ഒട്ടും സ്വീകരിക്കപ്പെടേണ്ടവയല്ല. അത് മുഴുവൻ അപരാധങ്ങളാണ്. അതുകൊണ്ടല്ലയോ ചക്രവർത്തി, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെ ഇല്ലാതാക്കുവാനുള്ള അങ്ങയുടെ ശ്രമങ്ങൾ അപലപനീയങ്ങളാണ്. അത് തീർച്ചയായും അങ്ങ് നിർത്തേണ്ടതുണ്ട്. കേവലം ഒരു സൈനിക ഉദ്യോഗസ്ഥൻ തൻ്റെ മുഖാമുഖം നിന്നുകൊണ്ട് ആജ്ഞയുടെ സ്വരത്തിൽ തന്നോട് പറയുന്ന ഈ കാര്യങ്ങൾ ഒരു ചക്രവർത്തിക്ക് അലോസരം ഉണ്ടാക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ ഗീവർഗീസ് കൽത്തുറുങ്കിൽ അടയ്ക്കപ്പെട്ടു. ഒടുവിൽ പീഡാനുഭവങ്ങളുടെ പരമ്പരകളിലൂടെ സഞ്ചരിച്ച് പീഡാനുഭവങ്ങളുടെ അഗാധമായ പാരാവാരത്തിൽ മുങ്ങി ഉയർന്ന് ഗീവർഗീസ് ഒടുവിൽ ശിരച്ഛേദത്തിനും അടിമയായി. ദൈവത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് നിരന്തരമായ ദൈവിക സംസർഗത്തിലൂടെ ദൈവികമായ പരിശുദ്ധി തന്നിലേക്ക് നിറച്ച ഗീവർഗീസ് ക്രിസ്തുവിന് വേണ്ടി തന്നെയാണ് ജീവൻ ബലിയർപ്പിച്ചത്. അങ്ങനെ ദൈവത്തിന്റെ ശുദ്ധി തന്നിലേക്ക് പൂർണ്ണമായി ആവാഹിക്കുവാൻ കഴിഞ്ഞ ഗീവർഗീസ് വിശുദ്ധ ഗീവർഗീസ് സഹദായായി നമ്മുടെ മുമ്പിൽ മനസ്സിൽ ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. ഈജിപ്തിലായിരുന്ന വിശുദ്ധന്റെ തിരുശേഷിപ്പ് അന്ത്യോഖ്യയിലേക്ക് കൊണ്ടുപോകപ്പെട്ടു. 1916 അന്ത്യോഖ്യയിലെത്തിയ വട്ടശ്ശേരിൽ മാർ ദിവാന്യോസ് തിരുമേനിയെ പാത്രിയാർക്കീസ് ബാവ ഈ തിരുശേഷിപ്പ് ഏൽപ്പിച്ചു. തിരുശേഷിപ്പ് മലങ്കരയിലേക്ക് കൊണ്ടുവരപ്പെട്ടു. ദേവലോക അരമനയിൽ നിന്നും 2004 മെയ് മാസം 6-ാം തീയതി വൈകിട്ട് പരിശുദ്ധ കാതോലിക്ക ബാവയിൽ നിന്നും ചന്ദനപ്പള്ളി വലിയ പള്ളിക്കു വേണ്ടി ആ തിരുശേഷിപ്പ് ഏറ്റുവാങ്ങുകയുണ്ടായി. 8-ാം തീയതി പരിശുദ്ധമായ കുർബാനയുടെയും മറ്റ് ആരാധനകളുടെയും ഫലം പരമോച്ച സ്ഥായിയിൽ എത്തി നിന്നപ്പോൾ തിരുശേഷിപ്പ് ചന്ദനപ്പള്ളി പള്ളിയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു. വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാമത്തിലുള്ള ദേവാലയത്തിൽ തിരുശേഷിപ്പ് കൂടി എത്തിയതോടെ ഇവിടെ എല്ലാം പൂർണ്ണമാവുകയായിരുന്നു. ആ പൂർണ്ണതയുടെ ശരിയായ അടയാളമാണ് ഇവിടെ എല്ലാവരും സമർപ്പിക്കുന്ന നേർച്ച അരി. അന്നദാനം മഹാദാനം എന്നുള്ള മഹാസത്യം നമുക്കറിയാം. അന്നം അത് രാവിലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ജീവനാണ്. അന്നം ശരീരമാണ്. അന്നം ഊർജമാണ്. അന്നം വെളിച്ചമാണ്. അപ്പോൾ ആത്മീയ പരിശുദ്ധി നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഒരു ദേവാലയ അന്തരീക്ഷത്തിൽ വെച്ച് തയ്യാറാക്കപ്പെടുന്ന ആ നേർച്ച ചോറ്, അത് വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ സർവ്വവിധമായ സൗഖ്യവും ലഭ്യമാകുന്ന ചന്ദനപ്പള്ളി വലിയ പള്ളി ആഘോഷ പെരുന്നാളുകളുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന ഒരു വലിയ അടയാളമായി മാറുക. അങ്ങനെ ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും ശരികൾ ശരിയാവണ്ണം സംഗമിക്കുന്നതിൻ്റെ ഏറ്റവും കൃത്യമായ ഉദാഹരണമാണ് ഇവിടെ ചെമ്പുകളിൽ തയ്യാറാക്കുന്ന ഈ നേർച്ച വിളമ്പിനുള്ള അന്നം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അന്നം അറിയുക, അന്നത്തെ അറിയുക, അന്നത്തെ എടുക്കുക, അന്നത്തെ സ്വീകരിക്കുക, ആ അന്നം മറ്റുള്ളവർക്കായി വിളമ്പുന്നതിനെ അത്യാഘോഷപൂർവം മനസ്സിൻ്റെ ആനന്ദതുന്ദലമായ അവസ്ഥയുടെ അടയാളമായി കാണുക. ഇങ്ങനെയെല്ലാമുള്ള നന്മകളെയും മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ സജ്ജനങ്ങൾ ഈ ചെമ്പെടുപ്പ് റാസയിൽ പങ്കെടുക്കുന്നത്. സമൂഹത്തിൻ്റെ മുഴുവൻ സന്തോഷത്തിനായി ആത്മീയതയുടെ നിറചൈതന്യം കരകവിഞ്ഞൊഴുകുന്ന ഈ തിരുദേവാലയത്തിലെ തിരുനാൾ ആഘോഷങ്ങളുടെ ഭാഗമായി നിന്നുകൊണ്ട് ഈ ചെമ്പ് എടുത്തുകൊണ്ട് ദേവാലയ സന്നിധിയുടെ മുന്നിലൂടെ കുരിശടിയിലെത്തി ആ കുതിരപ്പുരയിൽ അത് ഇറക്കി വെക്കുന്നത് വരെ ഓരോ വിശ്വാസിക്കും ലഭിക്കുന്ന അനന്യ സാധാരണമായ ആ ഒരു സുഖം, അസാധാരണമായ ആ ഒരു ഊർജം, അളവില്ലാത്ത ആ ഉത്സാഹം
അതെല്ലാം ഇവിടെ ലഭിക്കുകയാണ്. സുപ്രസിദ്ധ ചലച്ചിത്ര താരം ശ്രീ അശോകൻ, അദ്ദേഹം ഇപ്പോൾ ചന്ദനപ്പള്ളി വലിയ പള്ളിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ചന്ദനപ്പള്ളി വലിയ പള്ളി അങ്കണത്തിൽ നിന്നും പുറപ്പെടുന്ന വിശുദ്ധ ചെമ്പെടുപ്പ് റാസയ്ക്ക്, വിശുദ്ധമായ ചെമ്പെടുപ്പ് റാസയ്ക്ക് ചന്ദനപ്പള്ളി ജംഗ്ഷനിൽ ഭക്തിനിർഭരമായ സ്വീകരണം നൽകുന്നുണ്ട്. ആ സ്വീകരണത്തിൽ എല്ലാ സജ്ജനങ്ങൾക്കും സർവ്വവിധമായ ഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സുപ്രസിദ്ധ ചലച്ചിത്ര താരം ശ്രീ അശോകൻ സംസാരിക്കുന്നുണ്ട്. തനിക്ക് പ്രസംഗിക്കുന്നതിനായി കിട്ടിയ അവസരത്തിന്, അതും ഈ ദേവാലയത്തിലെ തിരുച്ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് സജ്ജനങ്ങളോട്, വിശ്വാസികളോട് രണ്ടു വാക്ക് സന്തോഷം നിറയുന്ന മനസ്സോടുകൂടി സംസാരിക്കുന്നതിന് തനിക്ക് കിട്ടിയ അവസരം വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ഏറ്റവും വലിയൊരു പുണ്യ പ്രവൃത്തിയായി കണ്ടുകൊണ്ട് ആ സുപ്രസിദ്ധ താരം, ചലച്ചിത്ര താരം, എല്ലാവരുടെയും പ്രിയങ്കരനായ ശ്രീ അശോകൻ ചന്ദനപ്പള്ളി വലിയ പള്ളിയിൽ എത്തിച്ചേർന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. പണവും പ്രശസ്തിയും പദവിയും എല്ലാം എല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെയാണ്. അത് ദൈവീകമായ ധാരയിലൂടെ മാത്രം സ്വന്തമാക്കുമ്പോൾ അത് നന്മയാണ് സമ്മാനിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഭാരതീയ തത്വസംഹിതകളിൽ അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നത്, ന്യായാർജിത വിത്തമായിരിക്കണം ഒരുവന്റെ ഏറ്റവും വലിയ അടിസ്ഥാനമെന്ന്. അതിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ആവണം ഈ കലാകാരന്മാരൊക്കെ നിത്യേന എന്നോണം കൂടുതൽ പ്രസിദ്ധരാകുന്നതും. പല പല തിരക്കുകൾ ഉണ്ടെങ്കിലും, വ്യാപാരമായി ജോലി സംബന്ധമായി നിരവധി തിരക്കുകൾ ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള പുണ്യസ്ഥലങ്ങളിലൊക്കെ ഇവർക്ക് എത്തിച്ചേരാൻ കഴിയുന്നതും ആ ശരികളിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് മാത്രമാണ് എന്ന് നമ്മളിപ്പോൾ തിരിച്ചറിയുകയാണ്. 4 മണി ആയിരിക്കുന്നു. ചെമ്പെടുപ്പ് റാസ ഇതാ ചന്ദനപ്പള്ളി വലിയ പള്ളി വീതിയിൽ നിന്നും ചന്ദനപ്പള്ളി ജംഗ്ഷനിലേക്ക് നീങ്ങുകയാണ്. നാല് മണിക്ക് പതിനായിരക്കണക്കിന് ആൾക്കാർ ഇപ്പോൾ തന്നെ റോഡിന്റെ ഇരുവശങ്ങളിലുമായി അണിനിരന്ന് കഴിഞ്ഞിരിക്കുന്നു. ദേവാലയത്തിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം അംശവസ്ത്രങ്ങൾ അണിഞ്ഞ പ്രധാന കാർമ്മികന്റെ നേതൃത്വത്തിലാണ് റാസ പുറപ്പെടുന്നത്. റാസ തുടങ്ങുന്നതിന് മുന്നോടിയായുള്ള പ്രാർത്ഥനയാണ് ഇപ്പോൾ നടക്കുന്നത്. മേലും പ്രാർത്ഥന പുനരുത്ഥാനദിനെ പാർക്കുമോ കാക്ഷിച്ചൊരു ന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോട് അടികളെയും തൻ കോപത്തേൻ വടികളെയും മായി ചീട